ഹലോ, ഇന്നെന്താ വീഡിയോ എന്നല്ലേ? ഇന്ന് ഞങ്ങൾ ദാ ഒരുങ്ങി പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആണ്. ഇന്ന് ഒരു വിശേഷം കൂടിയുണ്ട്. വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് നാളും കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന അച്ഛന് ഇവിടുന്ന് വേറൊരു പള്ളിയിലേക്ക് പോവാണ്. അതിന് പകരം പുതിയൊരച്ഛൻ 1-ാം തീയതി ജോയിൻ ചെയ്യും. പക്ഷേ ഈ അച്ഛനുമായിട്ട് ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. നമുക്ക് എല്ലാ കാര്യത്തിലും നല്ല കട്ട സപ്പോർട്ടായിരുന്നു. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പോകുമ്പോൾ വളരെ ഭയങ്കര ഒരു സങ്കടം. നമ്മളിൽ നിന്ന് ആരോ ഒരാളെ പറിച്ചെടുത്ത് കളയുന്ന ഒരു വിഷമമാണ് ഉള്ളത്. ആശംസ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അച്ഛന് സെൻഡ് ഓഫ് കൊടുക്കുകയാണ് ഇന്നത്തെ പരിപാടി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഉടനെ ഇടാം. ഇന്ന് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അച്ഛന് വേണ്ടി ചെയ്തൊരു പോസ്റ്ററാണ് സെൻഡ് ഓഫിൻ്റെ പോസ്റ്റർ. അന്ന് അച്ഛൻ്റെ ലാസ്റ്റ് കുർബാനയായിരുന്നു. അച്ഛൻ കരഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും കരയൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ സെൻഡ് ഓഫ് പോലെ ചെറിയൊരു മീറ്റിംഗ് തുടങ്ങി. ട്രസ്റ്റി, ജോയിൻറ്റ് സെക്രട്ടറി, ഹസ്ബൻഡാണ് ജോയിൻറ്റ് സെക്രട്ടറി, അതേപോലെ മധുവാൽ ശുശ്രൂഷ ചെയ്യുന്നവരിൽ നിന്നൊരാൾ, അങ്ങനെ കുറേ പേര് അച്ഛനെ പറ്റി കുറേ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, യൂത്തിൽ നിന്ന്, അതുപോലെ പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന്, വനിതാ സമാജത്തിൽ നിന്ന്, അങ്ങനെ എല്ലാവരും അച്ഛനെ പറ്റി കുറേ കാര്യങ്ങളും എല്ലാം അച്ഛൻ ചെയ്ത നന്മകളും പ്രവർത്തനങ്ങളും എല്ലാം വിവരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടവകയിൽ പുതിയതായിട്ട് ചേർന്നൊരു അച്ഛനാണ് നന്ദി പറഞ്ഞത്. പിന്നെ ഒരു അച്ഛന് ഭയങ്കര ആഗ്രഹം പാട്ട് പാടണമെന്ന്. അങ്ങനെ അച്ഛൻ പാട്ടൊക്കെ പാടി മൊമെൻറ്റും ഒക്കെ കൊടുത്തു. പള്ളിയുടെ വകയായിട്ടും യൂത്തിൻ്റെ വകയായിട്ടും ഓരോ മൊമെൻറ്റും പിന്നൊരു ചെറിയൊരു ഇതും ഒരു എന്താ പറയുക സ്നേഹോപകാരമൊക്കെ കൊടുത്ത് അച്ഛനെ അങ്ങനെ യാത്ര അയച്ചു. പിന്നെ വനിതാ സമാജത്തിൻ്റെ ഒരു മാതാവിൻ്റെ ഫോട്ടോയാണ് കൊടുത്തത്. ഒത്തിരി നല്ല സൂപ്പർ ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഞങ്ങളത് ഓപ്പൺ ചെയ്ത് അച്ഛൻ ഞങ്ങളെ കാണിച്ചിട്ടാണ് പോയത്. പിന്നെ എല്ലാവരും കൂടെ നിന്ന് ശുശ്രൂഷരെല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോയും, അതിനുശേഷം പള്ളി അംഗങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോയും എടുത്തു. നമ്മൾ അംഗങ്ങൾ കുറവുള്ളൊരു പള്ളി ആയതുകൊണ്ട് ഇത്രയും പേരേ ഉള്ളൂ. പിന്നെ പേഴ്സണലായിട്ട് ഓരോ കുടുംബം 3-4 കുടുംബവും ചേർന്ന് അച്ഛനോടൊപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. വല്ലാത്തൊരു സങ്കടമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു. 1.5 വർഷമേ അച്ഛൻ ഇരുന്നുള്ളൂ. എങ്കിലും ചെയ്തതെല്ലാം അച്ഛനെ കൊണ്ട് പരമാവധി കഴിയുന്നിടത്തോളം കാര്യങ്ങളെല്ലാം പള്ളിക്ക് വേണ്ടി ചെയ്തു. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.